താജാലുവ ഇപ്പൊ ഇവിടെ ഈ ഈ പറയുന്ന ഇറാന്റെ ശത്രുക്കൾ അനുഭവിക്കുന്ന ആഭ്യന്തരമായിട്ടുള്ള ശൈഥില്യങ്ങളും സങ്കീർണതകളും എത്ര വലുതാണ്? അത് ഇപ്പോൾ സുഹൈൽ പറഞ്ഞതിൽ അതിലുണ്ട്. ഇപ്പം ഇന്നലത്തെ വെടിവയ്പ്പിന് ശേഷം ട്രംപ് പറയാൻ ശ്രമിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സംഗതി തനിക്ക് നേരെ ഉണ്ടായിട്ടുള്ള ഈ ആക്രമണം ദേശീയ ഐക്യത്തിനുള്ള മാർഗമാക്കി മാറ്റണം എന്നതാണ്. അപ്പോൾ ദേശീയമായ ഐക്യത്തിന് എന്തോ ശൈഥില്യം സംഭവിച്ചിരിക്കുന്നു എന്ന് അദ്ദേഹം സെൻസ് ചെയ്യുന്നുണ്ട്. ഒന്ന്, യുദ്ധം പുനരാരംഭിക്കുമോ എന്ന ഭയപ്പാടിൽ ടെല്ലവീവിൽ ആയിരക്കണക്കിന് ആളുകൾ തെരുവിലിറങ്ങിയത് നാം കണ്ടു. അപ്പോൾ സത്യത്തിൽ ഈ യുദ്ധം പുനരാരംഭിക്കാൻ കഴിയാത്ത വിധം ആഭ്യന്തരമായിട്ടുള്ള ഒരു കുടുക്ക് ഈ ഭരണകൂടങ്ങൾക്കുണ്ടായിട്ടുണ്ടല്ലോ. അത് ഈ യുദ്ധത്തെ എങ്ങനെയാണ് സീരിയസ്ലി സ്വാധീനിക്കാൻ പോകുന്നത്? നിഷാദ്, ഈ യുദ്ധം ഇനി ഒരർത്ഥത്തിലും പുനരാരംഭിക്കാൻ അമേരിക്കക്കോ ഇസ്രായേലിനോ കഴിയില്ല എന്നത് വളരെ വ്യക്തമാണ്. ഇപ്പോ നേരത്തെ താങ്കൾ തന്നെ സൂചിപ്പിച്ചതുപോലെ പലതരത്തിലുള്ള ഘടകങ്ങൾ അതിനകത്തുണ്ട്. ഇതില് വളരെ കൗതുകകരമാണ് ട്രംപിന്റെ ആ പ്രസ്താവന. അതായത് ഇതിനു മുമ്പ് നടന്ന വധശ്രമത്തെയും ഇപ്പോൾ നടന്ന വധശ്രമത്തെയും രാജ്യത്തിന്റെ ഭരണഘടനയ്ക്കും പിന്നെ രാജ്യത്തിന്റെ സംവിധാനത്തിനും നേരെ നടന്ന ആക്രമണമായിട്ട് ട്രംപ് വിശേഷിപ്പിക്കുന്നു. എന്ന് പറഞ്ഞാൽ അതിൽ വളരെ കൗതുകരമായിട്ടൊരു വസ്തുത, പല ടി വി ചാനലുകൾ, പ്രത്യേകിച്ച് CNN പോലുള്ള ടി വി ചാനലുകൾ ഇന്നലത്തെ ആ വെടിവെപ്പിനെ അത് കംപ്ലീറ്റ്ലി ഒരു ഡ്രാമ, ഒരു നാടകം, ഒരു സ്റ്റേജ്ഡ് ആയിട്ടുള്ള ഒരു നാടകമായിട്ട് വിശേഷിപ്പിക്കുന്നത്. അപ്പോ എത്രത്തോളം ഡെസ്പറേറ്റ് ആണ് ട്രംപ് തന്റെ ഇമേജ് ഒന്ന് പുതുക്കാനും അതുപോലെ തന്നെ താൻ അകപ്പെട്ടിട്ടുള്ള ഇറാൻ യുദ്ധം എന്ന് പറയുന്ന ഒരു ട്രാപ്പിനിൽ നിന്ന് പുറത്തു കടക്കാനുള്ള തന്ത്രങ്ങളായിട്ട് അതിനെ വിലയിരുത്തുന്ന ധാരാളം നിരീക്ഷകർ അമേരിക്കക്കകത്ത് തന്നെ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ കാണേണ്ട വസ്തുത. അപ്പോ മാത്രമല്ല, ഇസ്രായേലിനെ സംബന്ധിച്ച് നോക്കൂ. ഇസ്രായേൽ, താങ്കൾ സൂചിപ്പിച്ചതുപോലെ ടെല്ലവീവിൽ ജനങ്ങൾ യുദ്ധം പുനരാരംഭിക്കുന്നതിനെതിരാണ് എന്ന് മാത്രമല്ല, ഇസ്രായേലിന് ഏറ്റവും വലിയ കണക്കൂട്ടലുകൾ പിഴച്ചത് ലബനാനിലാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതായത് ഹിസ്ബുള്ളയുടെ ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ നേതാക്കളെയും ഡീക്യാപിറ്റേറ്റ് ചെയ്തു. അവരെ മുഴുവൻ ഞങ്ങൾ വധിച്ചു കഴിഞ്ഞു. മിലിറ്ററിലി ഹിസ്ബുള്ള തകർന്ന് തരിപ്പണമായി. ലബനാൻ ഞങ്ങൾക്കൊരു പീസ് ഓഫ് കേക്ക് ആണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് സദേൺ ലബനാനിലേക്ക് ഇസ്രായേൽ കടന്നു കയറുന്നത്. പക്ഷെ നോക്കൂ, 1982 ലബനാൻ അധിനിവേശം ഇസ്രായേൽ നടത്തിയപ്പോൾ കേവലം 8 ദിവസം കൊണ്ട് ബെയ്റൂത്ത് വരെ ഇസ്രായേലി സൈന്യത്തിന് വളരെ കൂളായിട്ട് പ്രവേശിക്കാൻ സാധിച്ചു. പക്ഷെ ഇപ്പോ വെറും തങ്ങളുടെ തെക്കൻ അതിർത്തിയിൽ നിന്ന് വടക്കൻ അതിർത്തിയിൽ നിന്ന് വെറും 8 കിലോമീറ്റർ മാത്രമുള്ള ലിത്താനി റിവറിലേക്ക്, ആ നദിയുടെ അടുത്തേക്ക് പോലും ഇസ്രായേലി സൈന്യത്തിന് എത്താൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, പിന്നെ ഇസ്രായേലിലെ സൈനിക വിദഗ്ധരൊക്കെ പറഞ്ഞിരുന്നത് ഇസ്രായേൽ ഈ യുദ്ധത്തിൽ ഹിസ്ബുള്ള പ്രവേശിച്ചതോടുകൂടി ഹിസ്ബുള്ളയെ പൂർണ്ണമായും തീർക്കാനുള്ള ഒരു അവസരം തങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു. ഹിസ്ബുള്ള ഇസ്രായേൽ വിരിച്ച വലയിൽ വീണിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. പക്ഷെ അതേ നിരീക്ഷകർ ഇപ്പൊ പറയുന്നത് ഹിസ്ബുള്ള വിരിച്ച വലയിൽ ഇസ്രായേലി സൈന്യം വീണു എന്നാണ്. എന്ന് പറഞ്ഞാൽ ഹിസ്ബുള്ളയുടെ ഗറില്ല ഓപ്പറേഷനുകളിൽ പെട്ട് ഈ 8 കിലോമീറ്റർ പരിധിക്കുള്ളിൽ മാത്രം ഇസ്രായേലി സൈന്യത്തിന് ധാരാളം നാശനഷ്ടങ്ങൾ ഉണ്ടായിരിക്കുന്നു. തങ്ങൾ പരിപൂർണമായും നിശേഷമായി നശിപ്പിച്ചു എന്ന് പറയുന്ന ഹിസ്ബുള്ളയെ പോലും ഇസ്രായേലിന് ഇപ്പോൾ പ്രതിരോധിക്കാൻ സാധിക്കാത്തത്ര ആ ശക്തി ദുർബലമായിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ഇസ്രായേൽ എന്ന് പറയുന്ന പദ്ധതിയെ സംബന്ധിച്ച് അതിനെക്കുറിച്ച് ഒരു പുനരാലോചന തീർച്ചയായും ഇസ്രായേൽ ഇപ്പോ നടത്തിക്കൊണ്ടിരിക്കുന്നു.